എന്തൊക്കെയോ വരാനുണ്ട്. ഒരുപക്ഷെ നമ്മളെ ജീവിതത്തിൽ അത് വന്നോളം തന്നെ ഇല്ല. അങ്ങനെയാണ്. ഒരു ക്യാൻസർ, മാരകമായ രോഗം, നമ്മളെല്ലാവരും പേടിക്കും. എല്ലാവരും ക്യാൻസർ വന്നാൽ മരിക്കുന്നത് വരുമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ ഭയപ്പെടും. അപ്പൊ ശത്രുക്കൾ ഭയപ്പെടുത്തി, റസൂലുള്ളാഹിനെ ഭയപ്പെടുത്തി. അപ്പൊ അവരോട് പറയാൻ പറഞ്ഞ മറുപടി എന്താ? അള്ളാഹ് പറയാൻ പറഞ്ഞ മറുപടി എന്തൊക്കെയോ വരാനുണ്ട് എന്ന് വിചാരിച്ച് ബേജാറാകുന്ന ആളുകൾ മനസ്സിൽ കൊണ്ടുവരേണ്ട ഒരു ആയത്താണിത്. ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലൗഹുൽ മഹ്ഫൂദിൽ ഞങ്ങളെ റിക്കാർഡിൽ അള്ളാഹ് അത് എഴുതണം. ഇവൻ ഇന്നത് വരണം എന്ന് അള്ളാഹ് എഴുതണം. അള്ളാഹ് എഴുതാത്ത ഒന്നും ഞങ്ങൾക്ക് സംഭവിക്കുകയില്ല. ഹുവ മൗലാന, അള്ളാഹുവാണ് ഇതൊക്കെ നിശ്ചയിക്കുന്ന ആൾ. അള്ളാഹ് ഞങ്ങളുടെ രക്ഷകനാണ്, ഞങ്ങളെ സംരക്ഷകനാണ്. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് സത്യവിശ്വാസിയാണോ എന്തൊക്കെ വരും എന്ന് പറഞ്ഞ് ബേജാറായിരിക്കല്ല. വരാനൊക്കെ വന്നോട്ടെ, നോക്കാൻ അള്ളാഹ് ഉണ്ടല്ലോ എന്ന തവക്കുലോടെ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഭാവിയിൽ എന്തൊക്കെയോ വരും എന്ന് വിചാരിച്ച് നമ്മൾ ബേജാറാകുന്നതിൽ ഒരർത്ഥമില്ല. നമുക്ക് എന്താണോ സംഭവിക്കാനുള്ളത് ആ സംഭവിക്കുന്ന കാര്യം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ആ രേഖപ്പെടുത്തിയത് മാത്രമേ വരുള്ളൂ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുൽ ഭരമേൽപ്പിക്കും. അപ്പൊ അനാവശ്യമായി എന്തൊക്കെയോ വരാനുണ്ട് എന്ന് വെറുതെ ആലോചിക്കാതിരിക്കുക സുഹൃത്തുക്കൾ. അങ്ങനെ എന്തെങ്കിലും ചിന്ത വരുമ്പോൾ അത് വരുമെന്ന് എന്താണ് ഉറപ്പ്? അതിന്റെ റിക്കാർഡിൽ അള്ളാഹ് എഴുതിക്കണമെങ്കിൽ വരും. അള്ളാഹ് എഴുതിയ ഒരു കാര്യം വരാതെ പോകില്ലല്ലോ എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഭയങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തിനെയൊക്കെ പേടിക്കുന്നുണ്ടോ ആ പേടിക്കുന്നവയുടെ എല്ലാം നിയന്ത്രണം അള്ളാന്റെ കയ്യിലാണ്. അപ്പോ നാം പേടിക്കുന്ന നമ്മുടെ ഒരു ശത്രു വിചാരിച്ചാൽ മാത്രം നമ്മൾ ഉപദ്രവിക്കാൻ പറ്റൂല. യാതൊരു സംവിധാനവും സുരക്ഷിതത്തിന് ഇല്ലാത്ത കാലത്ത്, ഇന്നൊക്കെ ഇപ്പോൾ ഒരു പ്രധാനമന്ത്രി രാജാവ് തന്നെ എന്തൊക്കെ സുരക്ഷിതത്തിന്റെ സുഹൃത്തുക്കൾ, ഒന്നുമില്ലാത്ത കാലത്ത് ആ പച്ച മരുഭൂമിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സുരക്ഷിതമായിട്ടാണ് 63 വയസ്സ് വരെ ജീവിച്ചത്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ ശത്രു ഇല്ലാഞ്ഞിട്ടല്ല, ശത്രു കയ്യിൽ വാളില്ലാഞ്ഞിട്ടല്ല, വിഷം കൊടുക്കാഞ്ഞിട്ടല്ല. എന്താ സംഭവിക്കാതിരിക്കാൻ കാരണം? വല്ലാഹു യഅ്സിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്നും അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരാൾ വിചാരിച്ചുകൊണ്ട് മാത്രം പറ്റില്ല. നമുക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിയന്ത്രണമായ അള്ളാഹു അവർക്കും അനുമതി കൊടുക്കണം. അതല്ലാതെ നമുക്കൊന്നും വരും. ഒരാൾക്ക് നമ്മളെ കൊല്ലാൻ വേണ്ടി വർഷങ്ങളോളം നടന്നാലും നമ്മളെ കൊല്ലാൻ അയാൾക്ക് പറ്റിക്കോണമെന്നില്ല. എന്തുകൊണ്ടറിയോ? മാമിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ, ആ കുടുംബ പിടിക്കാത്ത, അള്ളാന്റെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത ഒരു ജീവി ഇവിടെ അല്ലാതെ. അപ്പൊ ആൾക്കാർ ചോദിക്കും, അല്ലാഹുമ്മ കലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞ് നീ പുറത്തേക്ക് ഇറങ്ങിക്കോ. ഒരു തേളും ഒരു പാമ്പും തന്നെ ഉപദ്രവിക്കൂല എന്ന് പറഞ്ഞാൽ എന്താ ഉപദ്രവിക്കാതിരിക്കാൻ കാരണം? തേളും പാമ്പൊക്കെ അള്ളാന്റെ എഴുതാണ്. അള്ളാഹിനോട് കാവലത്തോടെ ഇറങ്ങിയാൽ അതിനൊക്കെ കാക്കാനും അതിനൊക്കെ സംരക്ഷിക്കാനും നമ്മളിൽ തടുക്കാനും അള്ളാഹുവിന് പറ്റും. അപ്പൊ ശത്രു ശക്തനായതുകൊണ്ടോ അവന് കഴിവുണ്ടായതുകൊണ്ടോ ബുദ്ധി ഉണ്ടായതുകൊണ്ടോ ഒന്നും നമുക്ക് വരൂല. കാരണം അതിന്റെ നിയന്ത്രണം അള്ളാഹിന്റെ കയ്യിലാണ്. ആ അള്ളാഹുവിന്റെ തീരുമാനം വേണമെന്നാണ്. സുഹൃത്തുക്കളെ, സമാധാനത്തോടെ ജീവിക്കാൻ ഏറ്റവും നല്ലത് എന്താ അറിയോ? ഒരു കോട്ടയുണ്ടാക്കുക. പണ്ടൊക്കെ യുദ്ധസമയത്താണ് കോട്ടകളിൽ ഇരിക്കലാണ് രാജാക്കന്മാർ. നമ്മൾ നിർമ്മിക്കേണ്ട കോട്ട ഏതാണെന്നറിയോ? അത് വിശ്വാസത്തിന്റെയും സൽക്കർമ്മത്തിന്റെയും കോട്ടയാണ്. ഇന്ത്യ നിങ്ങളൊക്കെ ഈമാനിന് എത്ര ബലമുണ്ടോ, നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് എത്ര പരിശുദ്ധിയുണ്ടോ, ആ ശക്തിക്കുള്ളിൽ ജീവിക്കുന്ന ഒരുത്തരും പേടിയറിഞ്ഞുണ്ടാവില്ല, ഭയം നിറഞ്ഞുണ്ടാവില്ല. നല്ല പ്രവർത്തനങ്ങളും ശക്തമായ വിശ്വാസവും കൊണ്ട് കോട്ട കെട്ടി ഉള്ളിലിരുന്നാൽ ശത്രുവിന്റെ എന്ത് ആരവം പുറത്തു കേട്ടാലും പേടിക്കൂല. കാരണം നമ്മുടെ കോട്ടയുടെ ഭിത്തികൾ അത്രമാത്രം ബലവത്താണെന്നാണ്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബിഊന വന്നസാറാ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹൻ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വിശ്വസിക്കുന്ന ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നു, അവർക്ക് ഭയമില്ല, അവർക്ക് ദുഃഖമില്ല എന്നാണ്. ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിനെ സമർപ്പിച്ച ഒരാൾ ഓന് പേടിക്കല്ല ദുഃഖിക്കല്ല എന്നാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ആത്മമിത്രങ്ങൾക്ക് അല്ലാഹുവും ഞാനും തമ്മിലുള്ള ഇടപാടിൽ ഒരു പ്രശ്നം വന്നിട്ടില്ല എന്ന് ഉറപ്പുള്ളവനെ അല്ലാഹ് സംരക്ഷിക്കൂലേ? അവരെന്നെ പേടിച്ചിരിക്കുന്നത് അവന് ഭയവും ദുഃഖവും ആവശ്യമില്ല എന്നാണ്. ഫർളായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വഅഖാമുസ് സ്വലാത്ത വആതവുസ് സകാത്ത ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിസ്കരിക്കുക, സകാത്ത് കൊടുക്കുക, നിർബന്ധമായി പറഞ്ഞ കാര്യങ്ങൾ. അതാ പറഞ്ഞത്, സൽക്കർമ്മങ്ങളുടെയും വിശ്വാസത്തിന്റെയും കോട്ടക്കുള്ളിലേക്ക് ആരും കടന്നു വരില്ല എന്നാണ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമ്മളുള്ള സമ്പത്ത് ഉപകാരം ചെയ്ത് ജീവിക്കാം. എന്തെങ്കിലും ഒരു ഗുണം മറ്റു മനുഷ്യന്മാർക്ക്, അയൽവാസിക്കോ കഷ്ടപ്പെടുന്നവർക്കോ ബുദ്ധിമുട്ടുകൾക്കോ ചെയ്യുന്നവനൊരു പേടിയുണ്ടാവില്ല. അവൻ അള്ളാഹു ഒരു സംരക്ഷണം കൊടുക്കും. അതും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് വിശ്വാസം കൊണ്ട് ഉണ്ടാക്കിയ ഒരു കോട്ടയിൽ നമുക്കെതിരെ വരുന്ന എല്ലാ ഉപദ്രവങ്ങൾക്കും ദ്രോഹങ്ങളെയും തടുത്തു നിർത്തി ആ സൽക്കർമ്മങ്ങളും വിശ്വാസവും നമുക്ക് കാവലാകുന്നതാണ്.
പിന്നെന്താ അറിയൂ, എന്തും വന്നോട്ടെ, അപ്പൊ ഞാൻ അള്ളാഹിനോട് പറയും, അപ്പൊ എനിക്കതാണ് പരിഹരിച്ച് കിട്ടും. അതാണ് പ്രാർത്ഥന. എന്താ വന്നോട്ടെ, ഒരു പ്രശ്നമല്ല, ഞാൻ അള്ളാഹിനോട് പറയും, അപ്പൊ അള്ളാഹു എനിക്ക് പരിഹരിച്ചു തരും. ഇത് തസ്തഗീസുന റബ്ബുക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫി മിനൽ മലായിക മുർത്തഫി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബദർക്ക് യുദ്ധത്തിന് വേണ്ടി പോയതല്ലല്ലോ. അപ്പോൾ യുദ്ധം നടക്കുന്നു ഇങ്ങനെ കണ്ടപ്പോൾ ശത്രുഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ എന്താണ് ആ സ്ഥലത്ത് കാണുന്നത് എത്ര, 1000-ഓളം ആളുകളാണ്. തൻ്റെ ഒപ്പമുള്ള ആളുകളെ നോക്കുമ്പോൾ അവർ ഏകദേശം 300-ഓളം വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നബി എന്താ ചെയ്തത്? വേഗം പോയിട്ട് എന്താ ചെയ്തത്? നിങ്ങൾ ശത്രുവിന്റെ ശക്തിക്ക് മുന്നിൽ, ഇരട്ടിക്കേട്ട് ശക്തിയുള്ള മുന്നിൽ എന്താ ചെയ്യാൻ പറ്റുക? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ആ ടെന്റ് കയറിയിട്ട് 2 കൈയും ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, അല്ലാഹുവേ നിന്റെ വാക്ക് നീ എന്നോട് പാലിക്കണം. അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദു ഫിൽ അർദ്. ഈ വന്ന ആൾക്കാരെ നശിപ്പിച്ച പിന്നെ നിന്നെ ആരാധിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ആ പ്രാർത്ഥന എത്ര സമയം നീണ്ടു? സഖതരിദാഹു അൻ മൻകിബൈഹി, നബിയുടെ തോളിലെ മുണ്ട് വീണു, അതെടുത്തു കൊടുത്തു. അപ്പോൾ പ്രസിദ്ധിക്കുന്നത് മതി നബിയെ എന്ന് പറഞ്ഞ പ്രാർത്ഥന. എന്താ പ്രാർത്ഥന കൊണ്ട് നേടും എത്ര ഇരട്ടിലെ ശക്തി. അപ്പൊ സുഹൃത്തുക്കളെ, വന്നോട്ടെ ക്യാൻസർ, വന്നോട്ടെ എന്താ അസുഖങ്ങൾ വന്നോട്ടെ, ഞാൻ പ്രാർത്ഥിച്ചു നേടും. എൻ്റെ റബ്ബാനോട് ഞാൻ പറയും, ആ റബ്ബിനിക്കത് പരിഹരിക്കും. എന്തിനു പേടിക്കാണ്? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ആൾക്ക് എന്താ ലോകത്ത് പേടിക്കാണ്? പിന്നെ വേറെ തരും, പേടിലേക്ക് കേൾക്കരുത്. ഒരു ചെറിയ കുട്ടിനെ പുലി പിടിച്ചു എന്നൊരു വാർത്ത, അതങ്ങനെ പത്രങ്ങൾ അങ്ങനെയാണല്ലോ, ആ വീഡിയോ രംഗങ്ങൾ, ആ പേപ്പറിൽ തന്നെ ആ കുട്ടിനെ എടുത്തുകൊണ്ടുള്ള രംഗങ്ങളൊക്കെ കാണും. ഇതൊക്കെ ഈ 3-4 വയസ്സുള്ള കുട്ടികൾ കാണുകയാണ് വീട്ടിൽ. പിന്നെ ഓർക്കൊക്കെ ഉറക്കം വരും. നമ്മൾ വാർത്തകളും വിവരങ്ങളും, ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. കേൾക്കരുത് സുഹൃത്ത്, വെറുതെ മൊബൈൽ ഓണാക്കി. എന്തിനാ ഓണാക്കിയെന്ന് അറിയില്ല, എന്താ കാണണമെന്ന് അറിയില്ല, എന്തിനാണിതെന്ന് അറിയില്ല, എന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഈ വയസ്സായ ആൾക്കാരും പുറത്തു പോകാത്ത ആൾക്കാരൊക്കെ ഇതിങ്ങനെ കണ്ടിരിക്കുക. പേടി നീങ്ങൂല സുഹൃത്തുക്കൾ. സ്വർഗത്തിൽ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്തീമ. സ്വർഗത്തിൽ എന്തേ കേൾക്കണീനുണ്ടൊരു പ്രശ്നം. കേൾക്കുന്നത് മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തുന്നതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് പറയും. അവിടെ കുറ്റപ്പെടുത്ത വർത്തമാനങ്ങളോ വേണ്ടാത്തതോ ഉപകാരമില്ലാത്തതോ ഒരു വാർത്ത, നമുക്ക് ഉപകാരമുള്ള വാർത്തകൾ മാത്രമേ കേൾക്കൂ. ഈ കേൾക്കുന്നോടത്തുണ്ട് പ്രശ്നം. കണ്ടതെല്ലാം കേട്ട് 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 പേടിച്ചിങ്ങനെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളും വിവരങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് പേടിച്ചിരിക്കേണ്ട ഒരു ആവശ്യം. പിന്നെന്താ, എന്തൊക്കെ നമുക്ക് മനസ്സിൽ പേടി തോന്നുന്നത്, അതിനൊക്കെ അള്ളാഹുവിന്റെ കാവലിൽ ചോദിക്കാം. എന്നാ പിന്നെ ഇത് വരൂല. അള്ളാഹിനോട് പറയാ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നഖമതിക വജമീഇ സഖ്തിക. അള്ളാഹു നിന്റെ കോപത്തിൽ നിന്ന്, അതേപോലെ തന്നെ നിന്റെ ശിക്ഷ പെട്ടെന്ന് വരുന്നതിൽ നിന്ന്, എനിക്ക് എൻ്റെ ഈ സൗഖ്യം, പെട്ടെന്നൊരു രോഗം, സ്ട്രോക്ക് എനിക്ക് വന്ന് എൻ്റെ ജീവിതം അസുഖത്തിലേക്ക് നീങ്ങുന്നതിൽ നിന്ന് നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നു, എന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നാണ്. മാ മിൻ ദഅവത്തിൻ അഹബ്ബു ഇലല്ലാഹി അൻ യദ്ഉ ബിഹാ. ഒരു അടിമ പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥന ഏതാ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ മുആഫാത ഫിദ്ദുനിയ വൽ ആഖിറ. ഇഹലോകത്തും പരലോകത്തും എനിക്ക് ആഫിയത്ത് തരണമെന്നാണ്, എനിക്ക് സൗഖ്യം തരണേ എന്നതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. തഅവ്വദു ബില്ലാഹ് മിൻ ജഹദിൽ ബലാ വദർക്കി ശഖാ വസൂഇൽ ഖളാ വശമാതത്തിൽ ആദ. അപ്പോൾ പേടി തോന്നുമ്പോൾ പേടിച്ചിങ്ങനെ ആലോചിച്ചിരിക്കല്ല, ആ പേടി തോന്നുന്ന കാര്യത്തിൽ നിന്ന് അപ്പം തന്നെ അള്ളാഹുവോട് കാവലിനെ ചോദിക്കുക, പടച്ചോനെ അത് എനിക്ക് വരുത്തരുത് കേട്ടോ, അതിൽ എന്നെ പെടുത്തരുത് കേട്ടോ എന്ന് മനസ്സ് തട്ടി പറയാം. അങ്ങനെ ചോദിച്ച കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവൽ തരുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, പേടിച്ചിരിക്കണം എന്താ പ്രയോജനം? ആ പേടിയിൽ അള്ളാഹുയോട് നമ്മൾ കാവൽ വിടും. പിന്നെ അള്ളാഹു നമുക്കെതിരെ വരുന്ന ഏത് ആസൂത്രണങ്ങളെയും ആ ചെയ്യണ ആളെത്തേക്ക് തന്നെ തിരിച്ചുവിടാൻ അള്ളാഹുവിന് പറ്റും. നമ്മളെ ചതിക്കാൻ ശ്രമിക്കുന്നവൻ, നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവൻ, നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നവർ, നമ്മുടെ അഭിമാനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലും ശത്രുവിനെ കണ്ടാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. അല്ലാഹുവേ, അവരിലേക്ക് തന്നെ നീ തിരിച്ചുവിടണം. അവർ ഞങ്ങൾക്കെതിരെ വരുന്നതൊക്കെ അവരിലേക്ക് തന്നെ തിരിച്ചിടണം. അവരുടെ ഷെറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നത്. നമുക്കെതിരെ വരുന്നത് എന്തും നമ്മളിലേക്ക് വരുത്തുന്നവരിലേക്ക് തിരിച്ചുവിടാൻ അള്ളാഹ്ക്ക് പറ്റും നമ്മൾ മനസ്സിലാക്കണം. ഇനി സുഹൃത്തുക്കളെ, ഇതൊക്കെ ആലോചിച്ചിട്ടും പേടി തോന്നുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? പേടിച്ച എന്താ സംഭവിക്കുക? സംഭവിക്കുന്നതിൻ്റെ പരമാവധിയെ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സിനെ സന്നദ്ധമാക്കുക. മരണം സംഭവിച്ചോട്ടെ. അതാണ് ഫിറഔന്റെ മുമ്പിൽ നിൽക്കുന്ന വിശ്വാസികളോട് അവർ പറഞ്ഞില്ലേ, എന്താണ്? വല ഉഖത്തി അന്ന ഐദിയക്കും അർജുലക്കും മിൻ ഖിലാഫ്. ഇടത്തെ കൈ വലത്തെ കാല് അങ്ങനെ വിപരീതമായി ഛേദിക്കും. എന്നിട്ടോ വല ഉസല്ലിബന്നക്കും ഫി ജുദുഇൻ നഖൽ, ഈത്തപ്പനയിൽ നിങ്ങളെ കുരിശിലേറ്റും. വല തഅലമുന്ന അയ്യുന അശദ്ദു അദാബൻ വഅബ്ക, ആരതാണ് ഏറ്റവും വേദനയുള്ള ശിക്ഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അവർ പറഞ്ഞ മറുപടി എന്താ? നിങ്ങൾ നമ്മൾ ചെയ്യരുത്, അല്ലെങ്കിൽ ചെയ്താൽ എന്താവുക? ഒന്നല്ല, അവർ ചെയ്യും തന്നെ ഉറപ്പിച്ചിട്ട് അവർ പറഞ്ഞ വാക്കാണ് എന്ത് നിങ്ങൾ എന്താണ്? അഫഖലിമ അൻതഖാൽ, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നീ വിധിച്ചോ. ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, ജീവൻ പോകുന്നത് വരെ മാത്രമേ നിനക്ക് ഞങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. ഒന്ന് നീ ചെയ്തോ, മരിച്ചു ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ തരൂ പരമാവധി എന്താ വരിക എന്ന് ആലോചിക്കാം. പേടിക്കുന്ന കാര്യത്തിൽ പരമാവധി എന്താ വരിക? അത് വന്നോട്ടെ. അതൊക്കെ കുറെ ആൾക്കാർക്ക് വന്നത് തന്നെയല്ലേ, അതിന്റെ അപ്പുറത്തേക്ക് എന്താ പേടി ഉണ്ടാവും? ഈ മാക്സിമം അത്രേ ഉള്ളൂ. ഇനി എന്താ പറയുക, മറ്റൊരു കാര്യം എന്താ വെച്ചാൽ
നമ്മൾ ഈ പേടിയും കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്ന ഒരു ലോകമുണ്ട്. സ്വർഗത്തിലൊന്നും പേടിക്കാനില്ല. അപ്പോൾ സ്വർഗത്തേക്ക് പോകാൻ ഈ ലോകത്തിലെ ചില പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളൊക്കെ നമുക്കുണ്ടാകുമെന്ന് വിചാരിക്കുക. പിന്നുള്ളൊരു ഭയം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പിശാചിനെ കുറിച്ചുള്ള ഭയമാണ്. ഇപ്പോൾ ആളുകൾക്ക് വലിയൊരു പ്രശ്നമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുമ്പോഴേക്കിന് അത് ശൈത്താനാണ്, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞ ആൾക്കാർ, അതൊരു ഭയങ്കരമായി എല്ലാവരുടെയും ഒരു നിർഭയത്വം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയായി. സത്യത്തിൽ അങ്ങനെ ഉണ്ടോ സുഹൃത്തുക്കളെ? ശൈത്താനെ കുറിച്ചുള്ള പേടിക്കുള്ള അടിസ്ഥാനം എന്താ? ശൈത്താനെ നമ്മൾ കാണുന്നില്ല എന്നുള്ളത്. ഒരു പാമ്പിനെ നമ്മൾ പേടിക്കാത്തത് ഇതിപ്പോൾ ഈ മാർബിളൊക്കെ ഇട്ട ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ പാമ്പുണ്ടാവുമെന്നാണ് നമുക്കൊരു പേടി. ശൈത്താനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശൈത്താന്റെ സാന്നിധ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പേടിയാണ്. അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിന്റെ പ്രതിരോധത്തിൽ നടത്തുന്ന അള്ളാഹ് എന്താ പറയുക, ഇസ്തിആദത്ത പറഞ്ഞു. അള്ളാഹിനോട് നമ്മൾ ഇസ്തിആദത്ത് നടത്തുക. അതുകൊണ്ട് രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 വട്ടം പറഞ്ഞാൽ പിന്നെ ശൈത്താനല്ല. പിന്നെ നമ്മളെ ശൈത്താൻ ഒന്നും ചെയ്യൂല. ശൈത്താന്റെ ഒരു ഉപദ്രവം നമുക്ക് വരൂല. അല്ലാഹുമ്മ ഇന്നി അഊദു ബികലിമാത്തില്ലാഹി തആല. ഇതൊക്കെ എന്തിനാ പഠിപ്പിച്ച്? മറ്റുള്ള ജീവജാലങ്ങളെ പോലെ ശത്രുക്കളെ പോലെ അല്ല പിശാചാണ്. ശൈത്താന്റെ ഉപദ്രവങ്ങളെ കാണാൻ കണ്ണുകൊണ്ട് പറ്റാത്തത് കൊണ്ട് നമുക്ക് തടുക്കാൻ പറ്റൂല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ മറുപടിയാണ് അള്ളാഹുവിലേക്ക് നമ്മൾ അപ്പോൾ ശൈത്താനെ കുറിച്ച് പറയുമ്പോഴും ശൈത്താനെ കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ അനാവശ്യമായ പേടിയാണ്. അതുകൊണ്ട് ശൈത്താനെ പറ്റി ഞാനോട് പറയണ്ട, ശൈത്താനെ പറ്റി തന്നെ പറയേണ്ടതായിരുന്നു. സ്വർഗത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി ശക്തിയോടുകൂടെ പിശാചും അവൻ്റെ ആൾക്കാരും നരകത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കാൻ. അപ്പോൾ നരകത്ത് കൊണ്ടുപോകാൻ ഒരു പിശാച് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് കേൾക്കുമ്പോഴേക്കും ആൾക്കാർക്ക് പേടിയാണെങ്കിലോ ശൈത്താനെ പറ്റി മിണ്ടണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ശൈത്താൻ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നമ്മൾ പഠിക്കുക ജീവിതത്തിൽ. അത് പഠിക്കുന്ന ഒരുത്തൻ നിർഭയനാണ്. ഒരു വിശ്വാസിക്ക് എന്ത് പേടിയാ സുഹൃത്തുക്കളെ? അത് ചെയ്യേണ്ട കാര്യങ്ങളും ചൊല്ലേണ്ട പ്രാർത്ഥനകളും എന്തിനാ നമ്മളെ കൊണ്ട് ചെല്ലിപ്പിക്കണം? എല്ലാ നിസ്കാരം കഴിഞ്ഞ ആയത്തിൽ കുറിച്ച് എന്തിനാണ് ഈ മുഅ്മിനാത്ത് നമുക്ക് പഠിപ്പിച്ചെന്നത്? എല്ലാ നിസ്കാരം കഴിഞ്ഞാൽ ആ 3 സൂറത്തുകൾ ഓതാൻ പറഞ്ഞ്. അപ്പോൾ പിശാച് എന്നുള്ള കാവൽ നമ്മൾ പിശാച് വരുമ്പോൾ മാത്രമല്ല, ഒരു വിശ്വാസി എല്ലാ സന്ദർഭത്തിലും പിശാചിനെ പ്രതിരോധിക്കാൻ സന്നദ്ധമായി നിൽക്കുകയാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. ഇന്നമാ ദാലികുമുശ് ശൈത്താൻ യുഖവ്വിഫു ഔലിയാഅഹു ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. അതാണ് പിശാച്. ആ പിശാച് എന്ത് ചെയ്യുന്നു? അവന്റെ മിത്രങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവർ നിങ്ങൾ അതുകൊണ്ട് വലാ തഖാഫൂഹും വഖാഫൂനി, അവരെ നിങ്ങൾ ഭയപ്പെടുക, നിങ്ങൾ എന്നെ ഭയപ്പെടുക. അപ്പോൾ പിശാച് ഉണ്ട്, പിശാചിന്റെ ഉപദ്രവങ്ങൾ വരും എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം അതിന് കാവൽ തേടാനുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുക. സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞു പൂർത്തിയാകുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ആത്മവിശ്വാസം, ഇത്രയേ ഉള്ളൂ ജീവിതത്തിൽ. ഇത് നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ എന്താ പറയുക, വെറുതെ നല്ല ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും പടച്ചോൻ തന്നിട്ടും വെറുതെ പേടിച്ച് ഇങ്ങനെ ജീവിച്ച് ജീവിതത്തിന്റെ സമാധാനവും സുഖവും നമ്മൾ എന്തിനാണ് കളയണത്? നമ്മുടെ വിശ്വാസത്തിലും നമുക്ക് പഠിപ്പിച്ചെന്ന ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിർഭയത്വത്തോടെ ഇവിടെയും പരലോകത്തും ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാണ്.